പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്യത്ഭുതകരമായ മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. അതിൽ ഇതുവരെയുള്ള വിശ്വാസികൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് സംഭവിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിൽ. പക്ഷെ അത് എന്നാണ്, ഏത് ഡേറ്റിലാണ്, ഏത് വർഷത്തിലാണ് സംഭവിച്ചത് എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നതകൾ ഒരുപാടുണ്ട്, ഒട്ടനവധി അഭിപ്രായമുണ്ട്. പ്രധാനമായിട്ടും ഹിജ്റ കലണ്ടർ എന്ന ഔദ്യോഗിക കലണ്ടർ രൂപപ്പെടുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും പ്രബലമായ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു കാൽക്കുലേഷൻ കലണ്ടർ സംവിധാനമാണ് അറബിയിൽ നൽകുന്നത്. അന്ന് അവസാനമായി ഒരു കൈകാര്യം ചെയ്തു പോയൊരു കലണ്ടർ സംവിധാനം ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫീലിൽ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ. അബ്രഹത്തിൻ്റെ ആനപ്പട കഅബ പൊളിക്കാൻ വേണ്ടി കടന്നു വന്ന ആ പ്രധാനപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കിയിട്ട് അതിന് മുമ്പും ശേഷവും എന്ന നിലയിലാണ് ലാസ്റ്റ് ഘട്ടങ്ങളിൽ റസൂൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ സമൂഹം ഒരു കലണ്ടർ സംവിധാനത്തെ കണക്കാക്കിയിരുന്നത്. മാസങ്ങളൊക്കെ അന്ന് ഇതിന് റമദാനും മുഹറവും ഒക്കെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ കൃത്യമായി ചരിത്രമാകുമ്പോഴും ഇതിൻ്റെ ഡേറ്റുകൾ കൃത്യമായി നമുക്ക് ഇവിടെ കിട്ടും. റസൂലിൻ്റെ ജനനം കൃത്യമായ ഡേറ്റില്ല, അത് കണക്ക് വഹി തുടങ്ങുന്ന കൃത്യമായ ഡേറ്റുകൾ വ്യത്യാസമാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലൊരു വിഷയമാണ് ഈ ഇസ്രാ മിഅ്റാജിൻ്റെ വിഷയത്തിൽ. ആ വിഷയത്തിൽ പ്രധാനമായും ആൾക്കാർ നമുക്കിടയിൽ കണ്ടുവരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ നുബുവത്തിൻ്റെ 10-ാം വർഷം, ആമുൽ ഹുസുൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ആ വർഷത്തിൻ്റെ റജബ് മാസം 27-ാം രാവിനായിരുന്നു സംഭവം എന്നാണ് പൊതുവിൽ പറയപ്പെടുക. പക്ഷെ അത് ഒരു തീർത്തും ശരിയായ ഒരു വാദഗതിയല്ല. കാരണം ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് പറയുന്ന 10-ാം വർഷത്തിന് റമദാൻ മാസത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നതെന്നാണ് വ്യക്തമായ ഒരു കണക്ക് പറയുന്നത്. ആ ഒരു താരീഖിൽ കാണാൻ കഴിയുന്നത് റജബ് മാസം മിഅ്റാജ് നടക്കുകയും ഇസ്രാ മിഅ്റാജ് നടക്കുകയും പിന്നെ റമദാൻ മാസത്തിൽ ഖദീജ ബീവി മരണപ്പെടുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ചരിത്രമല്ല. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഖദീജ ബീവി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായ അഭിപ്രായം പറയുന്നത് 12-ാം വർഷം, നുബുവത്തിൻ്റെ 12-ാം വർഷമാണ് എന്നാണ് കണക്ക് വരുന്നത്. അപ്പോഴും മാസത്തിൻ്റെ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം വേറെയുണ്ട്. റജബ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്, അല്ലെ റബീഉൽ അവ്വൽ എന്ന അഭിപ്രായമുള്ളവരുണ്ട്, റമദാൻ എന്ന അഭിപ്രായമുള്ള പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കിടക്കുന്നുണ്ട്, പല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് റജബ് 27-ാം രാവിനാണ് സംഭവിച്ചത് എന്നതിന് ആധികാരികമായ ഒരു രേഖയുമില്ല. ഡേറ്റിന് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. സംഭവങ്ങൾക്കും അതിൻ്റെ ഇതിവൃത്തങ്ങൾക്കും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ആ ഒരു ഇതിനാണ് ചരിത്രത്തിൽ പ്രാധാന്യമുള്ളത്. ഡേറ്റുകൾക്ക് അത്രയേറെ പ്രസക്തിയുള്ള ഒരു രീതി അന്നുണ്ടായിരുന്നില്ല, ഡേറ്റുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 27-ാം രാവ് എന്ന നിലയിലേക്ക് ക്ലിപ്തപ്പെടുത്താനുള്ള വകുപ്പും നമ്മുടെ മുമ്പിലില്ല. ഒന്ന്. രണ്ടാമത് അങ്ങനെ 27-ാം രാവിലേക്ക് അതിനെ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടയിൽ കടന്നുകൂടി ചില വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിയുണ്ട്. ഈ രാത്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 100 റക്അത്ത് നമസ്കാരം, ഇതിൽ സവിശേഷമായ 50 വക്ത് നമസ്കാരം കൊടുത്തു വിട്ടു എന്ന് കണക്കാക്കിയിട്ട് 100 റക്അത്ത് നമസ്കാരം ഉണ്ട് എന്നതിലേക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെങ്കിലും അങ്ങനെ വലിയ വ്യാപകമായിട്ട് 100 റക്അത്തിന് ചർച്ച വരാറില്ലെങ്കിലും അത് കഴിഞ്ഞുള്ള പ്രഭാതത്തിൽ 27-ന്റെ പകൽ ഒരു സുന്നത്ത് നോമ്പുണ്ട് എന്നുള്ളത് വലിയ പ്രചാരത്തിൽ നിലനിൽക്കുകയും ജനങ്ങൾ അത് ഏറ്റെടുത്ത് സ്വീകരിക്കുകയും ചെയ്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ഈ നോമ്പിന് യാതൊരുവിധ പ്രാമാണിക പിന്തുണയുമില്ല. ഈ 12-ാം വർഷം, അനുഭവത്തിൻ്റെ 12-ാം വർഷമാണ് ഇത് സംഭവിച്ചതെങ്കിൽ പോലും 11 വർഷം പിന്നെയും റസൂൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. സഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവരാരും ഇങ്ങനെ ഒരു റജബ് 27-ന് സുന്നത്ത് നമ്മൾ പിടിച്ചതായിട്ട് ഒരു ഹദീസ് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. ഒരു സഹീഹ് ഹദീസ് നമുക്ക് ലഭ്യമല്ല. ഇല്ല എന്ന് പറയുമ്പോഴാണ് അതിനോട് ആൾക്കാർക്ക് അഭിനിവേശവും ആവേശവും കൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. റജബിൽ അങ്ങനെ ഒരു നോമ്പില്ല. ഇല്ലെങ്കിൽ നാളെ തന്നെ പിടിക്കണമെന്നാണ്. ഉണ്ട്, നമുക്ക് തിങ്കളാഴ്ച നോമ്പുണ്ട്, നിങ്ങൾ പിടിക്കണം. വ്യാഴാഴ്ച നോമ്പുണ്ട്, പിടിക്കണം, നല്ലതാണ്. ഒന്നിടെ വിട്ട് നോമ്പ് പിടിക്കും, സുന്നത്താണ്. അയ്യാമുൽ ബീദിൽ നോമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആ നോമ്പിനെ കുറിച്ച് ചിന്തിക്കാറിയില്ല. റജബ് 27-ന് നോമ്പില്ലെങ്കിൽ ആ പിടിക്കണം എന്ന ആവേശമാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇല്ലാത്തത് ഇത്തിബാഉ സുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ റസൂലിനെ ഓവർടാക്കിയില്ലല്ല. റസൂലൊക്കെ ഒരു 5 വക്ത് നിസ്കാരം റസൂലൊക്കെ നിസ്കരിച്ചിട്ടുള്ളൂ. ഞാനൊരു 25 വക്ത് വരെ നിസ്കരിക്കുന്നുണ്ട് എന്നത് മേന്മയല്ല മനുഷ്യരെ. റസൂലിന് ഈ റജബ് 27 നോമ്പ് പിടിച്ചിട്ടില്ല. റസൂലിനെ വിട്ടുപോയൊരു സംഭവമാണ്. പക്ഷെ ഞാനൊക്കെ റജബ് 27 കറക്റ്റ് നോമ്പ് പിടിക്കുന്ന ഒരാളാണ്. എന്ന് റസൂലിനെ ഓവർടാക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതില്ല ഇസ്ലാമിനകത്ത്. റസൂൽ പഠിപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കലാണ് ദീൻ. റസൂൽ ചെയ്യാത്തത് ചെയ്യാതിരിക്കലാണ് ദീൻ. അല്ല കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് കാച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ബെറ്റർ മുസ്ലിമാണ് എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ ഇസ്ലാം അല്ലത്, അള്ളാഹുവിൻ്റെ റസൂലിന്റെ ധിക്കാരമാണെന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ പ്രാമാണിക പിന്തുണയുള്ള ഒരു ഹദീസുകളും നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഡേറ്റ് തന്നെ കൺഫ്യൂഷനാണ്, ഇതിന് മാസവും വർഷവും തന്നെ കൺഫ്യൂഷനാണ്. എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഒരു നോമ്പ് ഇവിടെ സ്ഥാപിക്കാൻ ഒരു വകുപ്പുമില്ല എന്നതുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.